ഒരു പ്രസവ ശസ്ത്രക്രിയയുടെ പടങ്ങൾ വരുത്തിയ വിനയെക്കുറിച്ചാണ് വട്ടമേശ ചർച്ച ചെയ്യുന്നത്. വട്ടമേശ ചർച്ചയുടെ രണ്ടാം ഭാഗം. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ ശ്രീജിത്ത് എൻ കുമാർ IMA നിയുക്ത സംസ്ഥാന പ്രസിഡന്റ്, ബിന്ദു കൃഷ്ണ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്, ഡോക്ടർ R അനുപമ ഗൈനക്കോളജിസ്റ്റ്, T പാർവതി സൈക്കോളജിസ്റ്റ്. ഡോക്ടർ ശ്രീജിത്ത്, നമ്മളിപ്പോഴും പറയും വിദേശ രാജ്യങ്ങളിലൊക്കെ പേഷ്യൻസിൻ്റെ അവകാശങ്ങൾ, പേഷ്യൻസ് അതിനെക്കുറിച്ച് വളരെ ബോധവാന്മാരാണ്. നമ്മുടെ മലയാളികൾക്ക് ഡോക്ടർമാരുമായിട്ട് നല്ല ബന്ധമുണ്ട്. മുമ്പൊക്കെ നമുക്ക് കുടുംബ ഡോക്ടർമാരുണ്ടായിരുന്നു, ആ സങ്കല്പമൊക്കെ ഇപ്പോൾ പോയി. ഇപ്പോൾ വളരെയധികം കച്ചവടവൽക്കരണമാണ് ഈ രംഗത്തുള്ളത്. വലിയ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ, അവിടെ ഡോക്ടർമാരില്ല, അവിടെ സിസ്റ്റം മാത്രമേ ഉള്ളൂ. അവിടുത്തെ സിസ്റ്റം, ഡോക്ടർമാർ ആർ നോട്ട് വിസിബിൾ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയ ഒരു വലിയ വ്യത്യാസങ്ങളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതുപോലൊരു ഫോട്ടോ എടുത്തത് ജനങ്ങൾ, ഈ സമൂഹം ഒറ്റക്കെട്ടായിട്ട് അതിനെ സംശയിക്കുന്നതും. ബിന്ദു കൃഷ്ണയുടെ വാക്കുകൾ ശരിക്കും പറഞ്ഞാൽ ഈ സമൂഹത്തിലെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഒരു വികാരമാണ്. ജനങ്ങൾക്കൊരു ആശങ്കയുണ്ട്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച്. ഇനി എങ്ങനെ ഡോക്ടർമാരെ കാണും, ഗർഭിണികൾ എങ്ങനെ ഒരു ആശുപത്രിയിലേക്ക് വിശ്വസിച്ച് പോകും? ഇതൊക്കെ ആശങ്ക ഉണ്ടാകുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ഇതുപോലെയുള്ള കൊമേഴ്സ്യലിസത്തിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് അല്ലേ? ജനങ്ങളുടെ ആശങ്ക തീർച്ചയായും ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രത്യേകിച്ച് ഞാൻ നവംബറിൽ ചാർജ് എടുക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ ഫസ്റ്റ് അജണ്ട എത്തിക്സ് ആണ്. EF എന്നൊരു പ്രോഗ്രാം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. എത്തിക്സ് ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം തന്നെ ലോഞ്ച് ചെയ്യുകയാണ്. അതിനകത്ത് ഈ പറഞ്ഞ മാതിരി കമേഴ്സ്യലൈസത്തിൻ്റെ ഭാഗമായിട്ട് കൺസ്യൂമർ ആക്ട് വന്നതിനെ തുടർന്ന് ഒക്കെ നിരവധി മൂല്യച്യുതി ഉണ്ടായിട്ടുണ്ട്, ഇല്ലയെന്നൊന്നും പറയുന്നില്ല. അതുപോലെ കമ്മീഷൻ വാങ്ങുന്ന ചില ഏർപ്പാടുകൾ ചിലയിടത്തെങ്കിലും ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം എതിരായിട്ടുള്ള ഒരു ഊർജിതമായിട്ടുള്ള ശ്രമം ഓൾറെഡി നടക്കുന്നുണ്ട്. അതുപോലെ ഭൂരിപക്ഷം ഡോക്ടർമാരും, ഭാഗ്യവശാൽ ഭൂരിപക്ഷം ഡോക്ടർമാരും എത്തിക്സിനെയും നൈതികതയും അനുകൂലിക്കുന്നവർ തന്നെയാണ്. അതുകൊണ്ട് എത്തിക്സ് പാലിക്കപ്പെടുവാൻ വലിയ പ്രശ്നം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സമൂഹത്തിനുണ്ടാകുന്ന ഒരു അങ്കലാപ്പ് അല്ലെങ്കിൽ സമൂഹത്തിലുണ്ടാകുന്ന ആശങ്ക പൂർണ്ണമായും ഞങ്ങൾ മനസ്സിലാക്കുന്നു. അത് തീർച്ചയായിട്ടും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് നമുക്ക് മെഡിക്കൽ സമൂഹത്തിൽ നിന്ന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം തീർച്ചയായും ചെയ്യും. IMAയുടെ കോൺസെപ്റ്റ് ഫാമിലി ഫിസിഷ്യൻ കോൺസെപ്റ്റാണ്. അത് സ്പെഷ്യലിസ്റ്റ് ആണെങ്കിൽ പോലും ആ സ്പെഷ്യലിസ്റ്റിൻ്റെ കീഴിലുള്ള ഡോക്ടേഴ്സ് അദ്ദേഹത്തിന് അവരുടെ ഫാമിലി ഫിസിഷ്യൻ കോൺസെപ്റ്റിലേക്ക് കാണുവാൻ തയ്യാറാകണം. അതിനുവേണ്ടിയുള്ള നിരവധി പരിപാടികൾ IMA ആവിഷ്കരിക്കുന്നുണ്ട്, നടപ്പിലാക്കുന്നുമുണ്ട്. ഈ കമേഴ്സ്യലിസത്തിന് ഒരു പരിധിവരെ പ്രിവെൻറ്റ് ചെയ്യാനും, വ്യാവസായികവൽക്കരണത്തിന് പ്രിവെൻറ്റ് ചെയ്യാനും IMA ശ്രമിക്കുന്നുണ്ട്. ഇൻഡിവിജ്വൽ ഡോക്ടർ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഫാമിലി ഡോക്ടർ കോൺസെപ്റ്റ് ഞങ്ങൾ അങ്ങേയറ്റം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിന് നമ്മുടെ സമൂഹം, സൊസൈറ്റി, പ്രത്യേകിച്ച് മീഡിയ, ഇത് വളരെ ഒരു സെൻസിറ്റീവ് ഏരിയ ആണ്. കാരണം ഓൾറെഡി സാർ ഈ പറഞ്ഞത് മാതിരി ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പം ശരിക്കുള്ളൊരു കാര്യത്തിൽ ഇപ്പോൾ ഒരു ഡോക്ടർ കൈക്കൂലി വാങ്ങിച്ചു, ഒരിടത്ത് കമ്മീഷൻ ചെയ്തു, അല്ലെങ്കിൽ ഒരു ഡോക്ടർ അപമര്യാദയായി പെരുമാറി, തീർച്ചയായും എക്സ്പോസ് ചെയ്യപ്പെടണം, അവർക്കെതിരെ ആക്ഷൻ ഉണ്ടാകണം, അതിന് സംശയമില്ല. പക്ഷേ ഒരു ഇൻറ്റൻഷൻ ഇല്ലെങ്കിൽ, ഒരു മാൽ ഇൻറ്റൻഷൻ ഇല്ലെങ്കിൽ, രോഗിയെ അവഹേളിക്കാനോ അല്ലെങ്കിൽ ഒരു അശ്ലീലം പ്രചരിപ്പിക്കുവാനോ ഇൻറ്റൻഷൻ ഇല്ല, സദുദ്ദേശത്തോടെ ചെയ്യുന്ന ഒരു സംഗതിയിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടാകാം. എങ്കിൽ പോലും അത് ആ മിസ്റ്റേക്ക് മാത്രമായി കാണുവാൻ കൂടി സമൂഹം തയ്യാറാകണം. പക്ഷേ ബിന്ദുകൃഷ്ണ, പക്ഷേ ഈ ഡോക്ടറും അനുപമ ഡോക്ടറും നേരത്തെ പറഞ്ഞത് മാതിരി ഇതിനകത്ത് വലിയ ഒരു വിഷയമുണ്ട്. സമൂഹത്തിൻ്റെ ഒരു രോഷം മുഴുക്കുകയും ഇപ്പോഴേ പയ്യന്നൂരെ 3 ഡോക്ടർമാരുടെ മേലെയല്ല, നേരത്തെ പറഞ്ഞതുപോലെ അനുപമ ഡോക്ടറൊക്കെ പറഞ്ഞതുപോലെ ആ 3+1 അമ്മയുടെ ജീവൻ രക്ഷിച്ച ഡോക്ടർമാർ, ആ ഒരു പരിഗണന പാടെ മറക്കുന്നു. ഒരുപക്ഷെ പരാതി കൊടുത്ത ആ വീട്ടമ്മ പോലും ഈ അവരെ രക്ഷിച്ച അവരുടെ മക്കളെ, 3 മക്കളെ പ്രസവിപ്പിക്കുക ഒരു താലൂക്ക് ആശുപത്രിയിൽ ഒരു സൗകര്യം പോലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നേ ഉള്ളൂ. ഒരു സൗകര്യം പോലും ഇല്ലാത്തിടത്ത് ശസ്ത്രക്രിയയിലൂടെ ആ കുട്ടികളെ പുറത്തെടുത്ത് ആ ഡോക്ടർമാരെ പ്രതിക്കൂട്ടിൽ കയറ്റി ഇന്ന് സമൂഹം മുഴുക്കെ അവരെ ക്രൂശിക്കാൻ കൈ കിട്ടിയാൽ കല്ലെറിഞ്ഞു കൊല്ലും നമ്മുടെ സമൂഹം. അതുപോലൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു. അത് മറുവശത്ത് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മാധ്യമത്തിൻ്റെ ആക്രമണമാണെങ്കിൽ പോലും അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ, സമൂഹത്തിലുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ അതിവ്യാപകമായിരിക്കും. അത് ദീർഘകാലം നിലനിൽക്കും. അതൊരു ഭീഷണിയല്ലേ നമ്മുടെ സമൂഹത്തിന്? അല്ല, ആ അർത്ഥത്തിൽ അതൊരു ഭീഷണിയാണ്. പക്ഷേ അത്തരം ഒരു ഘട്ടത്തിലേക്ക് കേരളീയ സമൂഹത്തെ കൊണ്ടെത്തിച്ചതിൻ്റെ സാഹചര്യം കൂടി നമ്മളൊന്ന് ഓർക്കുന്ന ഈ അവസരത്തിൽ നന്നായിരിക്കും. ഇങ്ങനൊരു ചർച്ച വന്നപ്പോൾ എല്ലാവരും, ഞാൻ പങ്കെടുത്ത നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഡോക്ടർ സമൂഹവും എല്ലാവരും തന്നെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ സർക്കാർ ആശുപത്രികൾ, അത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ മുതൽ മുകളിലേക്ക് പോകുന്ന മെഡിക്കൽ കോളേജ് വരെയുള്ള ഹോസ്പിറ്റലുകളിൽ
ചെല്ലുമ്പോൾ പലപ്പോഴായി രോഗികൾക്കുണ്ടാകുന്ന ഡോക്ടർമാരുടെ ഫ്രസ്ട്രേഷൻ ആകാം, നഴ്സ് സ്റ്റാഫുമാരുടെ കുറവുണ്ടാകാം, അല്ലെങ്കിൽ മറ്റ് ഭൗതിക സൗകര്യങ്ങളുടെ കുറവുണ്ടാകാം. ഈ പല ഫ്രസ്ട്രേഷൻസിനും പലപ്പോഴും രോഗികൾ ഇരയാകുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഡോക്ടറെ ഒരു കൈപ്പിഴയും കാണത്തില്ല, അല്ലെങ്കിൽ സ്റ്റാഫിൻ്റെ ഈ വീഴ്ച കാണത്തില്ല. പക്ഷേ ചിലപ്പോൾ അവരുടെ ബുദ്ധിമുട്ട് കൊണ്ട് അവർ റഫായിട്ട് പെരുമാറും. ഈ ഒറ്റ പെരുമാറ്റത്തിൽ വെച്ച് ബന്ധുക്കളും ആളുകളും സംശയിക്കുക, ദേ ആ ഡോക്ടർ കുഴപ്പം കൊണ്ടാവുന്നു. അത് അപ്പോൾ വരുന്ന ഒരു കോംപ്ലിക്കേഷൻ ആയിരിക്കാം. അത്തരത്തിലുള്ള മനോഭാവം ഇത്രയും എത്തിക്സും ഇത്രയും നമ്മുടെ ഡോക്ടർ സംഘടനകളും ഒക്കെ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും മനുഷ്യാവകാശത്തെക്കുറിച്ച് എല്ലാവർക്കും ബോധമുണ്ടെങ്കിലും ഇതൊക്കെ നിർബാധം ഇപ്പോഴും തുടരുകയാണ്. എല്ലാവരും ഇങ്ങനല്ല. നമ്മുടെ സമൂഹത്തിൽ ഡോക്ടർമാർ ഭൂരിപക്ഷം പേര് നല്ലവരാ. പക്ഷെ വളരെ കുറച്ച് പേര്, നമ്മൾ എത്രയോ പേരെ കണ്ടിട്ടുണ്ട് ഇത്രയും നാളത്തെ ജീവിതത്തിൽ നമ്മൾ നേരിട്ടും അല്ലാതെ മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്നും കണ്ടിട്ടുണ്ട് റഫായിട്ട് പെരുമാറുന്നത്. നമുക്ക് നന്നായി വേദനിച്ച ഒരു ഡോക്ടർ എടുത്തിട്ട് അത് കുഴപ്പമില്ല, സാരമില്ല എന്നൊരു വാക്ക് കിട്ടിയാൽ അതുകൊണ്ടുണ്ടാകുന്ന സാന്ത്വനം ഏത് മരുന്നിനേക്കാൾ ഏറ്റവും വലുതാണ് പലപ്പോഴും. പക്ഷെ അത് കിട്ടുന്നില്ല. ഇതെല്ലാം കൂടി ചേർന്നായിരിക്കാം സമൂഹത്തിന്റെ. ഡോക്ടർ അനുപമ, ഇതൊരു സംഭവം ഡോക്ടറുടെ മനസ്സിലുണ്ടാക്കിയ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? ആദ്യം ഈ പത്രത്തിൽ ഇത് വായിക്കുമ്പോൾ പ്രസവരംഗം ചിത്രീകരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അത് വളരെ മോശമായിട്ടാണ് എനിക്കും തോന്നിയത്. കാരണം ഏറ്റവും സ്വകാര്യമായ ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം ഏറ്റവും സ്വകാര്യമായ ഒരു കാര്യമാണ്. അപ്പോൾ അവർ പലപ്പോഴും ഈ സ്ത്രീ ഗൈനക്കോളജിസ്റ്റുകളെ പലപ്പോഴും സ്ത്രീകൾ പ്രിഫർ ചെയ്യുന്ന പോലും അതുകൊണ്ടാണ്. കാരണം അവർക്ക് അങ്ങനെ വന്ന് കാണിക്കാനുള്ളൊരു പ്രയാസമുണ്ട്. അപ്പോൾ പ്രസവരംഗം കാണിച്ചു എന്ന് പറഞ്ഞപ്പോൾ അത് തീർച്ചയായിട്ടും മോശം തന്നെയാണ്. പിന്നെ അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോയപ്പോഴാണ് സിസേറിയനാണെന്നും ഇങ്ങനെ ട്രിപ്ലറ്റ്സ് ആയിരുന്നെന്നും ആ കുഞ്ഞുങ്ങളുടെ പടമാണ് കാണിച്ചതെന്നും. ആ കുഞ്ഞുങ്ങളുടെ പടം കാണിച്ചാൽ തീർച്ചയായിട്ടും അതൊരു സന്തോഷം കൊണ്ടായിരിക്കും ആ ഡോക്ടർ. അല്ലെങ്കിൽ ഒരിക്കലും കുഞ്ഞിൻ്റെ പടം എടുത്ത് വാട്സപ്പിലിട്ടോ അതിനകത്ത് ഒരു പ്രത്യേക ഒരു സന്തോഷമോ ഒരു അശ്ലീല ഒരു ചിത്രം കാണിച്ചതിൻ്റെ ഒരു സുഖമോ ഒന്നും ഡോക്ടർക്ക് നല്ല ഒരാൾക്കും കിട്ടത്തില്ല അതിൽ നിന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങളുടെ പടം ഈ പറഞ്ഞ പോലെ ഇത്രയും റിസ്കി ആയിട്ടൊരു ശസ്ത്രക്രിയ അല്ലെങ്കിൽ അത്രയും ബുദ്ധിമുട്ടുള്ളൊരു സ്ത്രീയെ കുഞ്ഞുങ്ങളെ കിട്ടുന്ന രീതിയിൽ വരെ എത്തിച്ചു എന്നുള്ള ആ ഒരു സന്തോഷം കൊണ്ട് ചിത്രം എടുത്തപ്പോൾ മറ്റു പലരെ അറിയിക്കണം തോന്നി, സുഹൃത്തുക്കളെയോ ഏറ്റവും അടുത്ത ആളുകളെ അറിയിക്കണം തോന്നി. അതിൻ്റെ ഒരു പ്രതിഫലനം മാത്രമായിരുന്നു ആ ചിത്രം പുറത്തു വന്നതെന്ന് പിന്നീട് മനസ്സിലായി. പക്ഷെ എന്നിരിക്കലും നമ്മൾ അങ്ങനെ ഒരു ചിത്രം ഇടുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു കൺസെൻറ്റ് എടുത്തിട്ടിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു. ഇതൊരു പെട്ടെന്നൊരു സാമൂഹ്യ പ്രശ്നമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇല്ലേ? സാമൂഹ്യ പ്രശ്നം ഒരു മാധ്യമ വിഷയം നമ്മുടെ നാട്ടിൽ ഒരു പുതുമയുള്ള ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു ചർച്ചാ വിഷയം. അതുകൊണ്ട് എല്ലാവരും ഭയങ്കര പുതുമയായിട്ട് അങ്ങ് ആഘോഷിച്ചു എന്നല്ലാതെ ഇതിൻ്റെ സത്യാവസ്ഥ 100% ഇത് വളരെ ഇപ്പം ചർച്ചയ്ക്ക് വിളിക്കുന്നവരോട് പോലും വളരെ സത്യസന്ധമായിട്ട് പറയണമായിരുന്നു. ഇത് സിസേറിയൻ സെക്ഷൻ്റെ ഇടയ്ക്ക് ഒരു ട്രിപ്ലെറ്റ് കുഞ്ഞിനെ ചിലപ്പം കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് ആരും സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല DMOയും ഇത് കണ്ടിട്ടുണ്ടെന്ന്. കാരണം ഇതൊരു വാട്സാപ്പ് ഗ്രൂപ്പിനുള്ളിൽ പ്രചരിക്കുകയും ഞാൻ സൂപ്രണ്ടുമായി സംസാരിച്ചു. അദ്ദേഹം പോലും ഈ ചിത്രങ്ങൾ കണ്ടിട്ടില്ല. മാധ്യമത്തിൽ വന്ന് കണ്ട അറിവേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൂ. അപ്പോൾ ഞാൻ തന്നെ അത് കണ്ടത് ഈ ഒരു മീഡിയയുടെ റൂമിനകത്താണ് ഞാൻ ഈ 3 ഫോട്ടോ. അതുവരെ അൺലെസ് യു സീ ദ ഫോട്ടോ. എൻ്റെ ഏക റിക്വസ്റ്റ് എന്ന് പറയുന്നത് ആദ്യം ആ ചിത്രം ഒന്ന് കാണാൻ ശ്രമിക്കുക. അതിനകത്ത് വൾഗാരിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായും പ്രതികരിക്കും. അത് 100% വൾഗർ ആണ്. ഇപ്പൊ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു യോനി മുഖത്തുനിന്ന് കുഞ്ഞിറങ്ങി വരുന്നതിന്റെ ചിത്രം വീഡിയോയിൽ എടുത്ത് പ്രചരിപ്പിച്ചു എന്നാണ് ഞാൻ ഒറ്റ ഇതിൽ മനസ്സിലാക്കിയത്. അതല്ല, എല്ലാ ഭാഗവും കവേർഡ് ആയിട്ടുള്ള ഒരു വയറിൽ കുഞ്ഞിന്റെ ഫോട്ടോ ആണ് ഫോക്കസിൽ. ആ വശത്ത് ആ സ്ത്രീ അവിടെ ഉണ്ട്, അവർ വളർന്ന് കിടക്കുന്നുണ്ട്. പക്ഷെ 100% ഞാനിത് കാണണമെന്ന് നിർബന്ധം പിടിച്ചതാണ്. കാരണം നമുക്ക് ഒരു തെറ്റിദ്ധാരണ, ഞാൻ ഒരു ഡോക്ടറിന്റെ മകളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു ട്രിപ്ലെറ്റ് ഡെലിവറി എടുക്കാൻ അല്ലെങ്കിൽ സിസേറിയൻ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഡോക്ടറിനെ സംബന്ധിച്ച് അവരുടെ പ്രൊഫഷൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി കാണും. അവർക്ക് അങ്ങനെ ഒരു കൗതുകം, അല്ലെങ്കിൽ അവരൊരു ഹൗസ് സർജനായിട്ടോ അല്ലെങ്കിൽ ഫസ്റ്റ് ഡെലിവറി ചെയ്യുമ്പോഴോ അവരെടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഇത്രയും വർഷം കഴിഞ്ഞ് ഒരു ഒരു സിസേറിയൻ ചെയ്യാൻ കഴിവുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഇത്രയും നാളും ഇയാൾ ഈ വൾഗാരിറ്റി മനസ്സിൽ കൊണ്ട് നടന്നു വിശ്വസിക്കാൻ തോന്നാത്തത് കൊണ്ട് നിർബന്ധമായിട്ട് അത് കാണണമെന്ന് ചോദിച്ചാണ്. ഇപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ no one wants to get identified with that mistake. അപ്പം ഓക്കെ, ഞങ്ങൾ കാരണം എല്ലാവരും പറയുന്നത് ഡോക്ടർമാരുടെ സംഘടന പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇത് വരില്ല. ഇപ്പോഴും ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതിനകത്ത് എന്തെങ്കിലും വൾഗാരിറ്റി ഉണ്ടെങ്കിൽ വി വിൽ നെവർ സപ്പോർട്ട് എന്നുള്ളതല്ല, വി വിൽ ബി ദ ഫസ്റ്റ് പേഴ്സൺസ് ടു ഓപ്പോസ്. ഈ പറയുന്ന എല്ലാ പ്രസ്ഥാനങ്ങളുടെയും മുന്നിൽ ഞങ്ങളുണ്ടാവും. എന്തെങ്കിലും വൾഗാരിറ്റിയോ അല്ലെങ്കിൽ ഇതിനകത്ത് അശ്ലീല ചുവയോ എന്തെങ്കിലും ദുഷ്ടലാക്കോ ഉണ്ടെങ്കിൽ, അതല്ല സദുദ്ദേശപരമായിട്ടുള്ള ഒരു ശാസ്ത്രീയ പടം മാത്രമായിരുന്നുവെങ്കിൽ അതിന് അദ്ദേഹം സമ്മതമെടുത്തില്ല എന്നുള്ള തെറ്റ് അംഗീകരിക്കുമ്പോഴും അതിനുള്ള നടപടിയും ശിക്ഷയും ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുമ്പോഴും കുറച്ചുകൂടി ഈ ഒരു മനുഷ്യനോട് ആനുപാതികമായിട്ട് തെറ്റിനോട് ആനുപാതികമായ ശിക്ഷയായിരിക്കണം. ഇതിപ്പോ ലൈസൻസ് റദ്ദാക്കണം എന്നാണ് ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവരും പറഞ്ഞാൽ അങ്ങനെ ചെയ്യേണ്ട ഒരു തെറ്റാണോ ഇത്? നമ്മൾ കുറച്ചും കൂടെ മനുഷ്യരെ പോലെ ചിന്തിക്കണം.
ആനുപാതികമായിരിക്കണം, നമ്മൾ ചെയ്ത തെറ്റിനോട് ആനുപാതികമായിരിക്കണം ഈ ശിക്ഷ. ചർച്ചയിൽ വന്നാണ് ഇതിന്റെ ഒരു പ്രധാന റോള് സത്യം പറഞ്ഞാൽ മീഡിയയ്ക്കുണ്ട്. മീഡിയയ്ക്കുണ്ട്. ഇപ്പം നമ്മളെ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ വിളിച്ചിട്ട് ചോദിക്കുന്നത് ഇങ്ങനെ പ്രസവം ചിത്രീകരിച്ചു, എങ്ങനെ പ്രതികരിക്കുന്നു, എങ്ങനെ ഇത് കാണുന്നു, അത് നല്ലതെന്ന് പറയാൻ ആർക്കെങ്കിലും പറ്റും. ഈ വിവരം ശരിയാണെങ്കിൽ അത് അങ്ങേയറ്റം വലിയ തെറ്റാണെന്നാണ് ഞങ്ങൾ എല്ലാവരും പറയുന്നത്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇപ്പൊ ജേക്കബ് സാറിനെ പ്രതികൂലമാക്കി. ഞാൻ മാധ്യമത്തിലൊക്കെ പങ്കെടുക്കുന്നതാണ്. എന്നോട് ചിലരൊക്കെ വിളിച്ചു ചോദിക്കും, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ലേഖന റിപ്പോർട്ടാണ്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ലേഖന റിപ്പോർട്ടായിരിക്കാം, പക്ഷെ എനിക്കത് പെട്ടെന്ന് അങ്ങോട്ട് വിശ്വസിക്കാൻ വയ്യ. എനിക്കൊരു പറയാൻ, കേരളത്തിലെ ഇത്രയധികം ആളുകൾ വായിക്കുന്ന ഒരു പത്രത്തിൽ ഒരു വരി സിസേറിയൻ ആയിരുന്നു ഇതെന്നും ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നുള്ള ചിത്രങ്ങളായിരുന്നു എന്നും ഒരു വരി അവർ എഴുതിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരു പരാതിയില്ല. നമുക്ക് പോലും വ്യത്യാസം അല്ലെങ്കിൽ അത് അറിയില്ലല്ലോ, വ്യത്യാസമില്ല. അപ്പൊ മാധ്യമപ്രവർത്തകർക്ക് ഒട്ടും വ്യത്യാസം കാണത്തില്ല. ഒരു ഡോക്ടറിനെ സംബന്ധിച്ച് അവര് ട്രിപ്ലെറ്റ് ആയ എന്നുവെച്ചാൽ പിന്നെ അത്യപൂർവമായ 3 കുഞ്ഞുങ്ങളെ കൈ കിട്ടി അവർക്ക് രക്ഷിക്കാൻ കഴിഞ്ഞതിന്റെ ഒരു നിമിഷം അവര് സന്തോഷം പങ്കുവെച്ചതാണെങ്കിൽ അവർ ഇനി ജീവിതകാലം ഇതുപോലൊരു കേസ് വന്നു കഴിഞ്ഞാൽ അതിനകത്തെടുത്ത് കൊച്ചു ചാവുകയോ അല്ലെ എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്യും, എവിടെന്നെങ്കിലും എടുത്തോണ്ട് പോകും, നമുക്ക് താല്പര്യമില്ല എന്നേ പറയുള്ളൂ. ഇന്ന് വെച്ച് ഈ മെഡിക്കൽ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എത്തിക്കലാണെന്ന് ഞാൻ പറയുകയില്ല. ഒരു ജലദോഷത്തിന് വരുന്നവരെയും ഒരു 6ാമത്തെ 7ാമത്തെ ഡിഗ്രി ആന്റിബയോട്ടിക് കൊടുത്ത് വിടുകയും ഒക്കെ ചെയ്യുന്ന തരം ഒരുപാട് അൺഎത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതൊന്നും ചർച്ച ചെയ്യാതെ ഈ 3 പേരാണ് ഇവിടുത്തെ മുഴുവൻ തെറ്റുകളുടെ ഈ ഡോക്ടർമാരെ സമൂഹത്തിന്റെ ശത്രുക്കൾ. ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. എന്നെ ഉദ്ദേശിച്ചത് അല്ലല്ല, ഇതുപോലെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ എൻ്റെ അച്ഛനെയും കൊണ്ട് ഞാൻ കഴിഞ്ഞ വർഷം കോഴഞ്ചേരിയിൽ വലിയ ആശുപത്രികളുടെ സമ്പന്നമായ പ്രദേശമാണ് കോഴഞ്ചേരി എന്ന് പറയുന്നത്, ഗൾഫുകാരുടെ കേന്ദ്രമാണ്. ആശുപത്രി പോയി. അദ്ദേഹത്തിന് പ്രായമുള്ള ആളാണ്. തലകറക്കം വന്ന് വെളുപ്പിനെ തലകറക്കം വന്ന് എഴുന്നേക്കാൻ പറ്റിയില്ല. ആശുപത്രി കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി അവിടുത്തെ ഒ പിയിലൊക്കെ ഇരിക്കുന്ന വലിയ ന്യൂറോളജിസ്റ്റാണ് ഇരിക്കുന്നത്. ഒ പിയിൽ സാധാരണ ഡോക്ടറായിട്ടിരിക്കുന്ന ന്യൂറോളജിസ്റ്റ്. അദ്ദേഹം നോക്കി പ്രഷറിനുള്ള മരുന്ന് കൊടുത്തു. പ്രഷർ കൂടിയത് കൊണ്ടാണെന്ന് സാധാരണ കോമൺ സെൻസ് ഉള്ള എനിക്ക് പോലും മനസ്സിലായി. എന്നിട്ട് പറയാം, വൈകുന്നേരം ഞാൻ ചെന്നപ്പോൾ പറയാം, അതേ MRI എടുക്കണം, എപ്പിലെപ്സി ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം. ന്യൂറോളജിസ്റ്റ് ആയതുകൊണ്ടുള്ള കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. ഇല്ല സാർ, കാരണം എന്താണ് സാർ ഒരു മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അതല്ല ഞാൻ പറയാം, ഇപ്പോഴത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഡോക്ടേഴ്സിന്റെ ഒരു മാനസികാവസ്ഥയെ ഞാൻ പറയുന്നത്. എന്തെങ്കിലും ഒന്ന് മിസ്സായി പോയാൽ റിസ്ക് എടുക്കാൻ ആരും നമ്മളുടെ ഇവിടെ പ്രശ്നമുണ്ട്. ജേക്കബ് സാറ് എൻ്റെ അടുത്തൊരു ട്രീറ്റ്മെന്റിന് വരികയാണെങ്കിൽ എനിക്കറിയാം താങ്കൾ എന്നെ അക്യൂസ് ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം ചിലപ്പോൾ മരുന്ന് തരാം, അടുത്ത ദിവസം ഇത് ചെയ്യാം. ജേക്കബ് സാറിനോട് ഞാൻ ചിലപ്പോൾ പറയും, സാറേ ഇങ്ങനെയും ആകാം. അതായത് ഇപ്പോൾ ഒരാളൊരു തലവേദനയായിട്ട് വരുന്നു, സൈനസൈറ്റിസ് ആകാം, മൈഗ്രെയിൻ ആകാം, കണ്ണിന്റെ പ്രശ്നമാകാം, കണ്ണിന്റെ ഗ്ലോക്കോമ ആകാം, ബ്രെയിൻ ട്യൂമർ ആകാം. സിംറ്റംസ് സെയിം ആയിരിക്കാം. ആദ്യത്തെ ദിവസം അയാൾക്ക് CT സ്കാൻ എടുത്തു, അയാളുടെ CT സ്കാൻ നോർമലാണ്, പേഷ്യൻറ്റും ഹാപ്പിയാണ്, ഡോക്ടറും ഹാപ്പിയാണ്, ഒന്നുമില്ല. അയാളുടെ സ്കാൻ എടുത്തു, അതിനകത്ത് ട്യൂമർ ഉണ്ട്, ട്രീറ്റ്മെന്റ് അപ്പം തുടങ്ങുകയാണ്. പേഷ്യൻറ്റും റിലേറ്റീവ്സും പറയും സ്കാൻ ചെയ്തു, ട്യൂമർ കണ്ടുപിടിച്ചു, മിടുക്കനായ ഡോക്ടർ. ഈ പറയുന്ന വിശ്വാസത്തിന്റെ പേരിൽ നമ്മൾ 6 മാസം വെച്ചുകൊണ്ടിരുന്നു. 6 മാസത്തിന് ശേഷം സ്കാൻ ചെയ്യുമ്പോൾ ട്യൂമർ ഉണ്ടെങ്കിൽ ആ ഡോക്ടറിനെ കേരളത്തിൽ പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ സമൂഹം അനുവദിക്കുമോ? ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ പിന്നെ അത് ഞാൻ ഡോക്ടർമാരെ ന്യായീകരിച്ച് പറയുക. ഒന്ന് തീർത്തോട്ടെ. അപ്പൊ അതുകൊണ്ട് ഇതിനെ നമ്മൾ വി ആർ കോട്ട് ബിറ്റ്വീൻ ദ ഡെവിൾ ആൻഡ് ഡീപ് സീ. എന്താണ് ചെയ്യേണ്ടത്? ഓവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് മുഴുവൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കണമോ, അതോ മിതമായി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പടിപടിയായിട്ട് പോകണമോ? പടിപടിയായിട്ട് പോകാൻ തന്നെയാണ് ഭൂരിപക്ഷം ഡോക്ടർമാർക്കും താല്പര്യം. പക്ഷെ അതിന് ഈ പറഞ്ഞത് മാതിരി അവിടെ തെറ്റുണ്ടാകാം. കാരണം ഈ പറഞ്ഞ മാതിരി 100 പേരെ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ 5 പേർക്കോ 2 പേർക്കോ ചിലപ്പോൾ ഇത്തരത്തിലൊരു ഗുരുതര രോഗമാണെങ്കിലും ഈ ഒരു പോളിസിയുടെ ഭാഗമായിട്ടാണെന്ന് മനസ്സിലാക്കണം. രോഗികളിലും പലരും ഇപ്പം നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്നാലും രോഗികളിൽ പലരും വന്നിട്ട് ഡോക്ടറെ ഏത് ടെസ്റ്റ് വേണോ എഴുതൂ, ഏത് മരുന്ന് വേണോ എഴുതൂ. കാരണം അവർക്ക് ആശ്വാസം വേണം. മോഡേൺ മെഡിസിൻ ഒരുപാട് ക്യൂർ നൽകാനും സാധിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും വളരെ ഗൗരവമായി തന്നെ ഞാൻ എടുക്കുന്നു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വിശദമായും വിദഗ്ധമായും ചർച്ച ചെയ്യും. രോഗികളുടെയും സമൂഹത്തിന്റെയും ആശങ്ക അങ്ങേയറ്റം അകറ്റുവാനുള്ള നിലപാടും നടപടികളും IMAയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും. അല്ല, ബിന്ദുകൃഷ്ണൻ ഞാനും ഒക്കെ സാധാരണക്കാർ നമ്മളൊക്കെ ചിന്തിക്കുന്നത് ഒരു വശത്ത് വലിയ വലിയ സ്വകാര്യ ആശുപത്രികൾ, മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ, അവിടെ ചെന്നാൽ ഉടനെ നമ്മളെ കൊല്ലാതെ കൊല്ലും. മറുവശത്ത് സർക്കാർ ആശുപത്രികളാണ്, സൗകര്യങ്ങളില്ല, സ്പെഷ്യാലിറ്റി ഉണ്ടെങ്കിലും ഡോക്ടർമാരില്ല. ഫാമിലി ഡോക്ടറും ഞാൻ ഇതേ ഇപ്പൊ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് വരാൻ പോകുന്നു. ചെറിയ ആശുപത്രികൾ പൂട്ടാൻ പോകുന്നു. കഴിഞ്ഞ 10 കൊല്ലത്തിനകം 500 ചെറുകിട ആശുപത്രികൾ പൂട്ടിക്കഴിഞ്ഞു.
ഒരു ഡോക്ടറിനെ ആശുപത്രി നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നില്ല, കോർപ്പറേറ്റുകൾക്ക് മാത്രമേ പറ്റുന്നുള്ളൂ. ആ സാമൂഹ്യ സാഹചര്യം മാറ്റി പഴയ രീതിയിൽ ഒരു ഡോക്ടറിന് ഒരു ക്ലിനിക്കോ ആശുപത്രിയോ നടത്തിക്കൊണ്ട് പോകുവാനും അയാളുടെ കീഴിലുള്ള ഒരു 500,000 ആൾക്കാർ അല്ലെങ്കിൽ ഒരു 1000-2000 ആൾക്കാരുടെ കുടുംബ ഡോക്ടറായി മാറാനും കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അതിന് IMA തീർച്ചയായും മുൻകൈയെടുക്കും. അല്ല, അത് സാർ പറഞ്ഞൊരു വളരെ പ്രധാന പോയിന്റ് ഇത് വിട്ടുപോകുന്നു വെച്ചാൽ സർക്കാർ ആശുപത്രിയുടെ അപജയമാണ് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലെ ഇത്രയും വളർന്നത്. തീർച്ചയായും ഇപ്പൊ നമ്മൾ ചെന്ന് ഇപ്പൊ ഹോസ്പിറ്റലിൽ ചെന്നും പ്രൈവറ്റ് മെഡിക്കൽ ഒരു എന്റെ തന്നെ അനുഭവമാണ്. മെഡിക്കൽ പിന്നെ പാളയത്ത് വെച്ച ഒരു ചെറുപ്പക്കാരൻ രക്തം തുപ്പുന്നത് കണ്ടിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ഇദ്ദേഹത്തിന് ഞാൻ തന്നെയാണ്, എനിക്ക് പരിചയമേ ഇല്ല, അവരുടെ വീട്ടുകാർ വരുന്നത് ഞാൻ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്ത് ടെലിവിഷൻ കണ്ടതിന്റെ പേരിൽ ആദ്യത്തെ പ്രൊസീജിയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. എൻ്റെ അടുത്ത് മറ്റേ നിങ്ങളുടെ പേര് ചോദിച്ചോണ്ടോ, അച്ഛൻ്റെ പേര് ആ പയ്യന് ബോധമില്ല നടക്കും. ഞാനിങ്ങനെ അച്ഛൻ്റെ പേര് പറയുന്നത് അവസാനം ഒരു വിധത്തിലൊക്കെ റെഡിയാക്കി ഏതോ കിട്ടിയ നമ്പറിലൊക്കെ വിളിച്ചു കാര്യങ്ങളൊക്കെ ചെയ്തു. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആ പയ്യനെ അവിടെ തന്നെ കിടക്കുക ഒരാൾ കണ്ടിട്ടില്ല. പിന്നെ അവരുടെ ബന്ധുക്കളെല്ലാവരും വന്നിട്ട് പിന്നെ പെട്ടെന്ന് വേറൊരു പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് നീക്കി. ഇത് ഓവർ ക്രൗഡിംഗ് ഉണ്ടോ അല്ലെങ്കിൽ വീട്ടിൽ ഡോക്ടറിന്റെ വീട്ടിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഡോക്ടറിന്റെ വീട്ടിൽ കാശെത്താത്തത് കൊണ്ട് അങ്ങനെ അത് മെഡിക്കൽ എത്തിക്സിന് എതിരാണ്. ഒരിക്കലും അഡ്മിറ്റ് ചെയ്തേക്കുന്ന ഒരു പേഷ്യന്റ് പൈസയും കൊണ്ട് ഡോക്ടറെ അടുത്ത് പോകാൻ പാടില്ല. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വരുന്ന പോലെ അല്ല, പ്രൈവറ്റ് കൺസൾട്ടേഷൻ വരുന്ന പോലെ അല്ല. നമ്മുടെ എല്ലാ മെഡിക്കൽ ഒരു 75% ആൾക്കാരുടെയും വിശ്വാസം വീട്ടിൽ കൊണ്ട് പണം കൊടുക്കാതെ ഡോക്ടർമാർ വന്ന് കാണില്ല എന്നാണ്. ഈ അപജയത്തിന്റെ ഇതിന്റെ എല്ലാം ഒരുപാട് ഫ്രസ്ട്രേഷൻ രോഗികൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് വേദനയുടെയും വിഷമത്തിന്റെയും പ്രതിഫലനമാണ് ഈ 3 പേരുടെ ഇത്തരത്തിൽ കിട്ടുന്ന പരാതികളിൽ അങ്ങേയറ്റം ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് ചിന്തിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. ഇതിനകത്ത് മുഴുവൻ പേരെയും പിന്നെ മാഡം ഇത് പറയുന്നത് സമ്മതിക്കുമ്പോൾ തന്നെ എൻ്റെ അഭിപ്രായത്തിലും എൻ്റെ അനുഭവത്തിലും 80-90% ഡോക്ടർമാരും ഇന്നും നൈതികമായി തന്നെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് എന്നുള്ളത് മാത്രമല്ല, ഞങ്ങളെപ്പോലുള്ള ഡോക്ടർമാരുടെ ഹീറോസ് ഇപ്പോഴും നൈതികമായി പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. സംശയമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ വിശ്വാസമാണ്. തീർച്ചയായും ഡോക്ടർമാരും ഈ പൊതുപ്രവർത്തക എന്ന നിലയിൽ എനിക്ക് എൻ്റെ മുന്നിൽ വരുന്ന ശുപാർശകളിൽ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യുകയാണ്, ഒന്ന് വിളിച്ചു പറയണേ, ഇതുവരെ ഡോക്ടർ വന്നില്ല, നോക്കിയില്ല. കാഷ്വാലിറ്റി മെഡിക്കൽ കോളേജിൽ പ്രോബ്ലം ഇതാണ് മാഡം. കാരണം ശ്രീചിത്ര ഹോസ്പിറ്റലിൽ എടുക്കുന്ന ലോഡാണ് മെഡിക്കൽ കോളേജിന് എടുക്കാൻ സാധിക്കുന്നത്. ശ്രീചിത്രയിലെ OPയിൽ ഒരു ദിവസം കാർഡിയോളജി OPയിൽ 30 പേരെയാണ് കാണുന്നത്. മെഡിക്കൽ കോളേജിൽ 300, 400, 500 ആൾക്കാരെയാണ് കാണുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ സെയിം ആണ്. എന്തുകൊണ്ട് ഇവിടെ 500 എത്തുന്നു? കാരണം കമ്മ്യൂണിറ്റി സെന്ററിലും താലൂക്ക് സെന്ററിലും പ്രൈമറി ഹെൽത്ത് സെന്ററിലും റെഫർ ചെയ്യപ്പെടും. എന്തുകൊണ്ട് ഈ പേഷ്യന്റ് എന്ന് പറയുന്ന അവരുടെ ഗൗരവം അനുസരിച്ചെങ്കിലും ഒന്ന് വന്ന് കാണണം. എല്ലാവരെയും നല്ല ഇതൊരു 2 ദിവസം വെയിറ്റ് ചെയ്തിട്ട് ഇത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നവർ പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു മാനസിക അങ്ങനെയല്ല മാഡം, അങ്ങനെയല്ല എന്നുള്ള മാത്രമല്ല മാഡം. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഞങ്ങളെല്ലാം, ഞാൻ മെഡിക്കൽ കോളേജ് അല്ല, ഞാൻ പ്രൈവറ്റ് ഡോക്ടറാണ്. പക്ഷെ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന ഇത്രയും ഡെഡിക്കേഷനോടെ 48 മണിക്കൂറും മറ്റും കണ്ടിന്യൂസ് ആയിട്ട് ചായ കുടിക്കാൻ പോലും സമയമില്ലാതെയാണ് അവിടെ ഡോക്ടർമാർ വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ സൗകര്യങ്ങൾ പരിമിതം. വ്യക്തിപരമായിട്ടല്ല, പക്ഷെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെ സംബന്ധിച്ചും അതുപോലെ ഇപ്പൊ നമ്മുടെ ജനറൽ ഹോസ്പിറ്റൽ പോലുള്ള ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരെ സംബന്ധിച്ചും ഡോക്ടറുടെ ഈ പറയുന്ന ചങ്കുറ്റവും അവരുടെ അർപ്പണബോധവും കൊണ്ട് മാത്രമാണ് നമ്മുടെ സിസ്റ്റം ഇന്നും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ താലൂക്കിലും എല്ലാ നിയോജക മണ്ഡലത്തിലും മെഡിക്കൽ കോളേജ് തുടങ്ങുന്നു. ആ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗികളെ ചികിത്സിക്കാനുള്ള സ്ഥലമല്ല, കുട്ടികളെ പഠിപ്പിക്കാനുള്ള സ്ഥലമാണ്. നമുക്ക് വേണ്ടത് രോഗികളെ ചികിത്സിക്കാനുള്ള ആരോഗ്യ കേന്ദ്രങ്ങളും രോഗം പ്രതിരോധിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങളുമാണ്. അപ്പോൾ സർക്കാരിന്റെ കയ്യിലുള്ള 100 രൂപയിൽ 80 രൂപയും ചികിത്സയ്ക്കും പ്രതിരോധത്തിനും വേണ്ടി ചെലവഴിക്കുകയും 10 രൂപയോ 15 രൂപയോ നിലവിലുള്ള മെഡിക്കൽ കോളേജുകളിലെ ഇൻഫ്രാസ്ട്രക്ചർ, കാരണം ജേക്കബ് സാർ ആദ്യമേ പറഞ്ഞതുമാതിരി ഓൾറെഡി നമുക്ക് 700-ന് ഒരു ഡോക്ടർ ആയി കഴിഞ്ഞു. 700 രോഗികൾക്ക് ലോകത്തെ വികസിത രാജ്യങ്ങളുടെ ശരാശരിയിലേക്ക് നമുക്ക് എത്തിക്കഴിഞ്ഞു. കൂടുതൽ ഡോക്ടർമാർ നമുക്ക് ആവശ്യമുണ്ടോ? 1. 2, പുറം രാജ്യങ്ങളിൽ പോയി ഡിഗ്രി എടുത്ത് വരുന്ന ഡോക്ടർമാർ പലരും ഹെൽത്ത് സർവീസിൽ കയറുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ നമ്മൾ ചർച്ച ചെയ്യണം. ഈ സംഗതികളിലേക്ക് നമ്മുടെ ശ്രദ്ധ ചെല്ലണം. അപ്പൊ നമുക്ക് ക്വാളിറ്റി കെയർ കൊടുക്കണമെങ്കിൽ കൂടുതൽ മെഡിക്കൽ കോളേജുകൾ കെട്ടി ക്ലാസ് മുറികൾ ഉണ്ടാക്കുകയല്ല. ഈ പൈസ നമ്മൾ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്ത് ജനങ്ങൾക്ക് 100% യോജിക്കുന്ന കാര്യമാണ്. കാരണം ഇവിടെ മെഡിക്കൽ കോളേജിൽ റഷ്യന്നും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പഠിച്ചിട്ട് ഇത്രയും ക്യാപിറ്റേഷനും കൊടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ പൈസ തിരിച്ചു പിടിക്കണം, പുതിയ പെണ്ണിനെ കല്യാണം കഴിക്കണം എന്നുള്ള അല്ലാതെ ഇവിടുത്തെ ജനങ്ങളെ അറപ്പ് വരുന്നു എന്ന് പറയുന്ന തയ്യാറല്ല സർക്കാർ. വളരെ നിർബന്ധമായ ഞാൻ ഒറ്റ ഫോമിൽ പറയാം, ഞാൻ ഒരു സെന്റൻസ് പറയാം. ഗ്രാമീണ സർവീസിന് ഡോക്ടർമാർ തള്ളിക്കയറും. ഗ്രാമീണ സർവീസിന് പോസ്റ്റ് ഗ്രാജുവേഷൻ റിസർവേഷൻ കൊടുക്കും. ആർമിയിൽ ഡോക്ടർമാർ പോകുന്നുണ്ട്.
ഇത് ഗ്രാമീണ സർവീസിൽ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ അവനും അവന്റെ കുടുംബവും തീർന്നു. നിങ്ങൾ 3-5 കൊല്ലം ഉള്ളവർക്ക് നിങ്ങൾക്ക് ഗ്രാമീണ സർവീസിൽ ആളെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റില്ല. ഇത് ഗ്രാമീണ സർവീസിൽ പോകുന്ന ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാരുടെ ഗ്രാമീണ സർവീസ് തൈക്കാട് ആശുപത്രിയിലാണ്, ഇൻഫ്ലുവൻസ് ഇല്ലാത്തവർ വയനാട്ടിൽ പോകും. സർക്കാരിനെ സംബന്ധിച്ച് അവരുടെ പ്രതിച്ഛായ വളർത്തി 10 മെഡിക്കൽ കോളേജും കൂടെ കെട്ടുക എന്നല്ല, ഉള്ള സൗകര്യം അല്ല, അങ്ങനെ വെറും പ്രതിച്ഛായ എന്ന് പറയരുത്. ജനകീയ ആവശ്യങ്ങൾ വളരെ പ്രധാന. പാലക്കാട് പോലുള്ള സ്ഥലത്ത് എത്രയോ വർഷങ്ങളായിട്ട് ജനങ്ങൾ ചികിത്സ കിട്ടുന്നത് മെഡിക്കൽ കോളേജിലാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നത്. അത് ഇപ്പൊ നമ്മുടെ താലൂക്ക് ആശുപത്രിയിലും ജനറൽ ആശുപത്രിയിലും ഉള്ള ചികിത്സാ സൗകര്യങ്ങൾ മെഡിക്കൽ കോളേജിനോടൊപ്പം എത്തിക്കുകയും പഠിപ്പിക്കാനല്ല. കാരണം ഇവിടെ എന്താണ് IMC റെഗുലേഷൻ അനുസരിച്ച് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാക്കണമെങ്കിൽ 200-300 കോടി രൂപ നിങ്ങൾ ചെലവഴിക്കേണ്ടി വരുന്നു. അത് ഈ പാവപ്പെട്ടവന് മരുന്ന് വാങ്ങിക്കാനുള്ള പൈസയാണ്. സാഹസമാണോ ചോദിച്ചു. ആ താലൂക്ക് ഹോസ്പിറ്റലിൽ ഡോക്ടറൊക്കെ പറഞ്ഞ പോലെ അവിടുത്തെ ഫെസിലിറ്റീസ് ഇംപ്രൂവ് ചെയ്ത് കൊടുത്തുകൂടെ? കാരണം അവിടെ വന്ന് അവിടെ ട്രീറ്റ്മെന്റ് എടുക്കാൻ മാത്രം കഴിയുന്ന ഒരു സമൂഹം ഉണ്ട് നമുക്ക്. എല്ലാവർക്കും മെഡിക്കൽ കോളേജ് പാലക്കാട് വരെയോ അല്ലെങ്കിൽ തൃശ്ശൂർ വരെയോ പോകാൻ പറ്റുന്ന ആളുകളില്ല. ഇംപ്രൂവ്മെന്റ് ഒരുപാടുണ്ട്. ഭൗതിക സൗകര്യങ്ങൾ ഇപ്പൊ ഒരുപാട് ഓരോ വർഷം തോറും എല്ലാ ഗവൺമെന്റുകളും മാറ്റി വരുന്നത്. പക്ഷെ ഇനിയും പോരാ, അത്രയ്ക്ക് നമ്മുടെ ആരോഗ്യ ആവശ്യങ്ങൾ വലുതായി. ഒരുപാട് അപാകതകളുണ്ട്. ഒരുപാട് താലൂക്ക് ചർച്ച അവസാനിപ്പിക്കാം. വട്ടമേശ ചർച്ച ചെയ്തത് കേരളത്തിലെ ആരോഗ്യ പ്രശ്നങ്ങൾ. അവസാനമാണ് നമ്മൾ കുറച്ചും കൂടെ വിഷയത്തിലേക്ക് കടന്നത്. ശരിക്കുള്ള പ്രധാനമായിട്ടും പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിലെ 2 ഗൈനക്കോളജിസ്റ്റുകൾ എടുത്ത ചിത്രമാണ് ഈ ചർച്ചയ്ക്ക് വിഷയമായത്. അവരെടുത്തതെന്നല്ല, അവരെടുത്തെന്ന് ആരോപിക്കപ്പെടുന്നു. ആരെടുത്തെന്നറിയെടുത്തു അവരുടെ പേരിൽ ആരോപിക്കപ്പെട്ട കുറ്റത്തിൻ്റെ പേരിലാണ് നമ്മൾ ഇപ്പോൾ ഈ വട്ടമേശ ചർച്ച ചെയ്തത്. വട്ടമേശയിൽ പങ്കെടുത്തത് ഡോക്ടർ ശ്രീജിത്ത് N. കുമാർ, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ നിയുക്ത സംസ്ഥാന പ്രസിഡന്റ്, ബിന്ദു കൃഷ്ണ മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ്, ഡോക്ടർ R. അനുപമ ഗൈനക്കോളജിസ്റ്റ്, തിരുവനന്തപുരത്തെ മെഡിട്രീന പ്രാൺ ഡയറക്ടർ കൺസൾട്ടന്റ്, സൈക്കോളജിസ്റ്റ് T. പാർവതി.